ബാവ വാക്ക് പറഞ്ഞ വാക്ക ഇപ്പൊ വിശ്വാസായില്ലേ? ഞാൻ എന്നെ വിശ്വസിച്ചു കഴിഞ്ഞു ബാവ. കേട്ടോടാ, എത്ര കൊല്ലം സേവനം ചെയ്തു എന്നതിലല്ല കാര്യം, വിശ്വാസം. അതാ. വാ. ഇത് ബാവയുടെ ഒരു കൊച്ചു വാശിയ. കോടതി വാദിച്ചാൽ മാത്രം പോരാ, നിന്നെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. ആ കണ്ടില്ലേ, നന്ദിയുണ്ട്. ഈ സഹായം എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കും. ഐ മീൻ, എന്റെ ഈ ക്ഷമാശീലം ഞാൻ മറക്കില്ല. എനിക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? ഇപ്പോഴും അത്ഭുതം. ഓക്കെ, നൗ ഓൺവേർഡ്സ് വി ആർ ഫ്രണ്ട്സ്. താങ്ക് യു സർ. എത്രയാ ബില്ല്? 44 രൂപ. ബാക്കി ഞാൻ വഴിയിൽ ഇറങ്ങി നടന്ന് വെള്ളം അടിക്കും, ചിലപ്പോ തല്ലുണ്ടാക്കിയെന്നിരിക്കും. ഇതൊന്നും വാച്ച് ചെയ്യലല്ല നിന്റെ പണി. ആർക്കാ നീ ഫോൺ ചെയ്തത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യെസ്, ദിസ് ഈസ് അവർ ബിസിനസ്. മനസ്സിലായി. അധോലോകം ആരെയും വിശ്വസിക്കാറില്ല, പെറ്റ തള്ളയെ പോലും. പാളയത്തിൽ നിന്ന് ഒരൊറ്റുണ്ടായാൽ തകരും. ബാവ തകർന്നാൽ തകരുന്നത് നീ ഞാനും ബാവയും മാത്രമല്ല, ഇത് നമ്പി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, മുലകൂടി മാറാത്ത കുഞ്ഞുങ്ങൾ വരെ. ഒന്നോർത്തോ, അഭയം തന്ന ബാവയെ ചതിക്കില്ല ഞാൻ. പക്ഷെ എന്റെ പേഴ്സണൽ ഫ്രീഡം ഞാൻ ഒരുത്തനും അടിയറവ് വെച്ചിട്ടില്ല, ബാവയ്ക്ക് പോലും. എന്റെ ചോദ്യത്തിന് ഉത്തരമായില്ല. ആർക്കാ നീ ഫോൺ ചെയ്തത്? How dare you question me? അതെടാ, 10ാം വയസ്സിൽ ബാവയുടെ കൂടെ വന്ന് ചേർന്നവനാ ഞാൻ. കാര്യം കാണാൻ ഇന്നലെ വന്ന് നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയ്.
എന്താ എന്താ മക്കളെ ഇത്? എന്താ നിങ്ങൾ തമ്മില്? ചോദിക്കണം അവനോട്. ഞാനിവനെ ഫോളോ ചെയ്തതാ. എന്തിന് എന്തിന് നീ എന്നെ ഫോളോ ചെയ്യണം? അത് ബാവ പറഞ്ഞിട്ടാ. ആ ഞാനാ പറഞ്ഞത്. എന്തിനാ എന്തിനാ ഉള്ളും മേലെന്നുണ്ടാ എന്റെ ഹരിമോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? മാർബിളി ചവിട്ടി കിടന്ന കാലുറക്കില്ല, പട്ടുമത്തെ കിടന്ന ഉറക്കം വരാണ്ട് പ്രാഞ്ചും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. ഞാനിതൊക്കെ അനുഭവിച്ചോനാ. ഇറങ്ങി നടക്കുമ്പോ ശത്രുക്കൾ മുഴുത്തവന്മാരാ. എന്റെ കുഞ്ഞിന്റെ ദേഹത്തൊരു പൊടി പോലും വീഴരുത്. അതിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് മോൻ അറിയാണ്ട് തുണ പോകാനല്ലേ പറഞ്ഞുള്ളൂ? തല്ലാൻ പറഞ്ഞോ? വേണ്ട ബാവ, തെറ്റെന്റേതാ. ഞാൻ ആദ്യം തല്ലിയത്. ബാവ അയച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം മോനെ, അയച്ചത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. റൂമിൽ ഫോൺ ഉണ്ടായിരുന്നല്ലോ. STD ലോക്കൽ ISD എന്ത് വേണമെങ്കിലും. ഉറക്കം വരാൻ നടന്നപ്പോ ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടു. പഴയൊരു സുഹൃത്തിനെ വിളിക്കണമെന്ന് തോന്നി, വിളിച്ചു. അത്രേ ഉള്ളൂ. ഖാദർ, ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. അടി ഇത്തിരി കടുത്തു പോയല്ലേ മോന്? നൊന്തോ? അവൻ ഡയൽ ചെയ്തത് STD ലോക്കലോ? STD തന്നെ. എന്താ ഇത്ര നിശ്ചയം? ഇവിടെ ലോക്കൽ നമ്പറിന് 7 ഡിജിറ്റ്സേ ഉള്ളൂ. 10 നമ്പർ അവൻ ഡയൽ ചെയ്യുന്നത് കൊണ്ട് 2 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു. താഴത്തൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാത്? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പുറത്ത് വെയിറ്റ് ചെയ്യാം. ആ ഹായ് ജൂലി, എന്തേ അകത്തേക്ക് വരാഞ്ഞത്? യു ആർ ഓൾവേസ് വെൽക്കം. ഇരിക്കൂ. വേണ്ട, എനിക്കൊരല്പം തിടുക്കമുണ്ട്. 2 ഇൻഫർമേഷൻസ് അതേ വേണ്ടു. ഇഫ് യു ഡോണ്ട് മൈൻഡ്. വിത്ത് പ്ലഷർ, ഗോ ഹെഡ്. ആദ്യം തന്നെ വക്കീലായി എൻറോൾ ചെയ്യിച്ചവന്റെ അഡ്രസ്. കോർട്ടലക്ഷ്യം ആവും, ചിലപ്പോ അകത്തും പോവും. സാരമില്ല, അവന്റെ കുറ്റിക്ക് ഒരെണ്ണം കൊടുക്കണം. തന്നെ പോലെ സ്റ്റുപ്പിഡ് ബ്ലഡി നാറിക്ക് ലോയറിന്റെ കുപ്പായം കൊടുത്തതിന്. ഓ, അന്നദാതാക്കളായ തിമിംഗലങ്ങളുമൊത്ത് അങ്ങ് തിമിർക്കുകയാണല്ലേ? തെറി കഴിഞ്ഞു. ഇനി ഒരു ബിസിനസ് ഓഫർ. എനിക്കൊരാളെ കൊല്ലണം. ഒരു 18 നോട്ട് ഔട്ട് കേസ്. കൊലയാളി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞാൽ അവനെ ജാമ്യത്തിലിറക്കി ശിക്ഷയില്ലാതെ രക്ഷിച്ചു തരണം. എത്രയാവും സാറിന്റെ കൂലി? പറഞ്ഞോളൂ. ഇവനെ പുറത്തിറക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് അതൊക്കെ കഴിയും. പറ, കൂലി പറ. ഓ, എന്റെ ഫിനാൻഷ്യൽ സോഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടാവൂല്ലേ? സോഴ്സ് ഇത് തന്നെ. ഇതങ്ങ് വിൽക്കും.
തനിക്കറിയാവുന്ന റെഡ് സ്ട്രീറ്റ് കേസൊന്നുമല്ല ഇത്. ഇത്തിരി ഒന്ന് മെനക്കെട്ട തന്നെ പോലെ 3 എണ്ണത്തിന് വിലക്കെടുക്കാൻ 3 ആഴ്ച വേണ്ട എനിക്ക്. ഇപ്പോഴും ആ 18 നോട്ട് ഔട്ട് കേസ് ആരാണെന്ന് ചോദിച്ചില്ലല്ലോ സർ. കുഞ്ഞുലക്ഷ്മി തമ്പുരാട്ടി. ആ അത് തന്നെ, തന്റെ പെറ്റ തള്ള. പിന്നെ ആ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇയാടെ മന്ത്ലി എക്സ്പെൻസും കുറയും, നല്ല കൂലിയും കിട്ടും. സ്വന്തം സഹോദരനെ കൊന്നവനെ രക്ഷപ്പെടുത്താനുള്ള മെന്റൽ സ്റ്റേച്ചർ ഉള്ളവന് ഇതും പറ്റും. ധൈര്യമായിട്ട് ഈ കേസ് അങ്ങ് ഏക്ക് വെക്കില്ലേ? ഇറങ്ങി പോടി ഇവിടുന്ന്. പോടും.